രാവിലെ എണീച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മളേക്കാൾ വിലയുള്ള ഗ്യാസ് കുറ്റിയാണ് പുറത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ ഗ്യാസ് കുറ്റീനെയും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി നമ്മുടെ കുഞ്ഞാടിൻ്റെ അടുത്തോട്ടാണ്. അതിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ തന്നെ അത് കൈയടിക്കാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിന് വിശന്നിട്ടാണ്. അങ്ങനെ അവിടെ ഇരിക്കണം പുല്ല് എടുത്തുകൊണ്ട് വന്ന് അതിനിട്ട് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം കാണാനേ വയ്യായിരുന്നു. അങ്ങനെ അതിന് പുല്ലിട്ട് കൊടുത്തപ്പോൾ അത് ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫുട്ബോൾ ബൂട്ടൊക്കെ ഒന്ന് കഴുകാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ബൂട്ടൊക്കെ പുറത്തിറക്കി പയ്യെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കുതിർത്തി നമ്മളത് പയ്യെ കഴുകൽ തുടങ്ങി. ഫുട്ബോൾ നമുക്ക് അന്നൊന്നും ഭ്രാന്തായതുകൊണ്ട് ഫുട്ബോൾ കഴിഞ്ഞിട്ടേ ബാക്കി എന്തും നമുക്കുള്ളൂ. അങ്ങനെ ബൂട്ടൊക്കെ കഴുകി കയറിയപ്പോൾ 12 മണിയായി. പിന്നെ ഒരു ഉറക്കുറങ്ങി എണീച്ചപ്പോൾ നോക്കിയപ്പോഴാണ് മഴ പെയ്യണത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം പെയ്യണ മഴയുണ്ട് അതും ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് മനസ്സിലൊരു കട്ടൻ ചായ കുടിച്ചാലോ എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി അത് കുടിച്ചുകൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. അങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലാണ് ഇപ്പം തരംഗായിക്കൊണ്ടിരിക്കണ പൂച്ച സാറ് നമ്മുടെ അടുത്ത് വന്നത്. അതിനെയും കുറച്ചു നേരം കളിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ പറയണ ഒരു പള്ളിയിൽ ചോറുണ്ട്, ചോറ് വാങ്ങാൻ പോയാലൊന്ന്. എന്നാൽ പിന്നെ പോവാന്ന് ഞാൻ. ഏതൊക്കെ പള്ളിയിൽ ചോറുണ്ടെങ്കിലും അത് അവനറിയാൻ പറ്റും. അപ്പം ചോറും വാങ്ങി പയ്യെ വീട്ടിലോട്ട്. ബൈ ബൈ.